ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ സൺഡേ ആണ്. സൺഡേ ഞാൻ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. അപ്പം ഞാൻ ആദ്യം തന്നെ മുടി ഒരു പോണിട്ടയിലല്ല, മേളിൽ ഫുള്ള് ബാക്കോട്ട് ചീകി കെട്ടാമെന്ന് ഓർത്തു. എന്നിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇടാമെന്ന് ഓർത്ത് ഫുള്ള് മുടി ബാക്കിലേക്ക് ചീകി ക്ലിപ്പൊക്കെ ഇടാനായിട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് മുടി ഇങ്ങനെ കുറേ ടൈപ്പായിട്ടൊക്കെ നമുക്ക് ഓരോരോ രീതിയിലൊക്കെ കെട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഡിഫറെൻ്റ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ മുടി ഏതെങ്കിലുമൊക്കെ സ്റ്റൈലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഓർത്ത്. കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ജിമിക്ക് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അല്ല, ഞാൻ ആ ജിമിക്കൊന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു. കുറേ നാളായിട്ടുണ്ടായിരുന്ന ജിമിക്കയാണ്. അപ്പോൾ ഞാനത് ഇന്ന് ഈ ഡ്രസ്സിൻ്റെ കൂടെ എടുത്തിടാമെന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് പിന്നെ സിമ്പിൾ മേക്കപ്പാട്ടോ. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസറൊക്കെ നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കറക്റ്റായിട്ടുള്ള മേക്കപ്പ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. പിന്നെ സൺസ്ക്രീൻ ഇടും. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ ഇടുന്ന സംഭവങ്ങൾ. പിന്നെ എന്താണ്, ലിപ്സ്റ്റിക്ക് കുറച്ചെടുക്കും. അത് കുറച്ചെടുത്ത് മൂക്കിലും തേക്കും. പിന്നെ ചീക്കിലും കുറച്ച് തേക്കും. അപ്പം ജസ്റ്റ് ഒരു റോസ് കളറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ തേക്കും കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. പിന്നെ അറിയാലോ, ലിപ്സ്റ്റിക്ക് ഇട്ട് തുടങ്ങിയാൽ പിന്നെ അതൊരു അഡിക്റ്റായി പോവും. ഇടാണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു അഡിക്റ്റായി ഞാനും പോയി. കാരണം ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാതെ എവിടെ പോകാനും തോന്നത്തില്ല. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, ആകെ സെറ്റായി. പിന്നെ ഞാനിന്ന് ഓർത്തു ഒരു പൊട്ടൊക്കെ തൊടാമെന്ന് ഓർത്ത് പൊട്ടൊക്കെ തൊട്ടു. ഇപ്പോൾ കൂടുതലും, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും പൊട്ട് തൊടുമായിരുന്നു. ഇപ്പോൾ കൂടുതലും പൊട്ടൊന്നും തൊടാതെയാണ് നടക്കാറ്. എന്താണെന്നറിയില്ല, തോന്നാറില്ല അങ്ങനെ തൊടാനായിട്ട്. പണ്ടൊക്കെ എപ്പോഴും പൊട്ടും തൊട്ട് ചന്ദനം തൊടാതെ ഞാൻ നടക്കാറേ ഇല്ല. അപ്പം ഞാൻ റെഡിയായി. ഇനി നമുക്ക് പോവാം. പുറത്തോട്ട് പോയി അങ്ങനെ വീഡിയോ എടുത്ത് വലിയ ശീലമൊന്നും ഇല്ലാത്ത കാരണം എന്തോ പോലെയായിരുന്നു കേട്ടോ പുറത്തേക്ക് പോയി ഈ ചെറിയ ഇതാണെങ്കിൽ തന്നെ എടുക്കാനായിട്ട്. ഇനിയെല്ലാം ശീലിച്ച് തന്നെ. ഫസ്റ്റ് ഞാൻ പോയത് മാലതി സിൽക്സിലായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ കുറേ അജ്രക് പ്രിൻസിലായിട്ടുള്ള മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കാനായിട്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് പോയത്. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഈ കോട്ടൻ്റെയൊക്കെ അജ്രക് പ്രിൻറ്റിൽ വന്ന് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അവിടെ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ മെറ്റീരിയൽസ് അവിടെ നിന്ന് എടുത്ത് കൊടുത്താൽ. അതല്ലാതെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ്. ഞാൻ അവിടുന്ന് 2 മെറ്റീരിയലാണ് കേട്ടോ എടുത്തത്. മാലതി സിൽക്സിൻ്റെ ഫസ്റ്റ് ഷോപ്പ് വരുന്നത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ സാരീസൊക്കെ അവിടെയാണ് കൂടുതലുള്ളത്. പിന്നെ നമുക്ക് അജ്രക് പ്രിൻറ്റിലെ മെറ്റീരിയൽസ് എടുക്കാനാണെങ്കിൽ അവരുടെ ന്യൂ ഷോപ്പിലാണ് പോകേണ്ടത്. അത് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അവിടുന്ന്. ഞാൻ ഈ യെല്ലോ പ്രിൻറ്റഡ് മെറ്റീരിയലും പിന്നെ ഒരു റെഡും ആയിരുന്നു കേട്ടോ അവിടുന്ന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ നമുക്കൊരു സെറ്റ് സാരി നോക്കണമായിരുന്നു. അപ്പോൾ അതെടുത്തത് കൃഷ്ണ സിൽക്സിൽ നിന്നായിരുന്നു. അവിടെ പോയി നമുക്ക് സെറ്റ് സാരിയൊക്കെ നോക്കി. ഈ സെറ്റ് സാരിയാണ് കേട്ടോ വാങ്ങിയത്. നല്ലതായിരുന്നു, നല്ല സെറ്റ് സാരി ആയിരുന്നു. അവിടെയും നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആ സാരി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് അവിടെ നിർത്തി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ദാ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി കേട്ടോ. അടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.